താങ്കളുടെ സംസാരത്തിൽ ഇടയ്ക്ക് ദൈവം, സ്നേഹം എന്നിവ പരാമർശിച്ചു. മരണത്തോടെ നമ്മളെല്ലാം തീരുമെങ്കിൽ എന്തിനാണ് ഇതെല്ലാം ചർച്ച ചെയ്യുന്നത് എന്നതാണ്. അതിൻ്റെ അനുബന്ധമായി വേറെ ചോദ്യം കൂടിയുണ്ട്. കാണാത്ത പരലോകം, സ്വർഗ, നരകം, ദൈവം ഓരോരോ അന്ധവിശ്വാസങ്ങളല്ലേ എന്നാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട്. ഇതിലൊന്ന് ഈ ദൈവത്തെക്കുറിച്ചും സൂചിപ്പിച്ചിട്ടുണ്ട്, അന്ധവിശ്വാസമല്ലേ എന്ന സ്വഭാവത്തിൽ. കാണാത്ത പരലോകം അതൊക്കെ അന്ധവിശ്വാസമല്ലേ. അപ്പോൾ ഇതിൽ ഇപ്പോൾ വിശ്വാസം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് തരത്തിൽ കാണാൻ പറ്റും. ഒന്ന് അന്ധവിശ്വാസമാണ്, മറ്റൊന്ന് അതിൻ്റെ എന്തായാലും അന്ധവിശ്വാസം ഉണ്ടെങ്കിൽ എന്തുണ്ടായിരിക്കും, വിപരീതം ആയിട്ട് സത്യവിശ്വാസം, ശരിയായ വിശ്വാസം ഉണ്ടായിരിക്കും. ഏത് കാര്യത്തിനും എന്തുണ്ടായിരിക്കും, അതിൻ്റെ ഒരു മറുവശം ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ച് അന്ധവിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അന്ധമായി വിശ്വസിക്കലാണ്. അങ്ങനെ ഉണ്ടല്ലോ, ഒരാളൊരു കാര്യം പറഞ്ഞാൽ അതിനെക്കുറിച്ച് ആലോചിക്കാതെ, ചിന്തിക്കാതെ, അല്ലെങ്കിൽ ബുദ്ധിയോ യുക്തിയോ ഉപയോഗപ്പെടുത്താതെ അന്ധമായി അതങ്ങോട്ട് വിശ്വസിക്കുക. ഇതിനാണ് നമ്മൾ അന്ധവിശ്വാസം എന്ന് പറയുക. പക്ഷെ ഇങ്ങനെ ഒരു അന്ധവിശ്വാസി ആവാൻ പാടില്ല സത്യവിശ്വാസി. അതുകൊണ്ട് അവൻ വിശ്വസിക്കുന്ന ദൈവത്തെ അവൻ എന്താവണം, അറിയണം. ദൈവത്തെ അറിയാനുള്ള വഴി എന്താണ്, സ്രഷ്ടാവായ ദൈവത്തെ അറിയാനുള്ള വഴി സൃഷ്ടികളെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടുത്തെ ജീവജാലങ്ങളെ, സൃഷ്ടികളെ നമ്മൾ നോക്കിക്കൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം യാദൃശ്ചികമെന്ന് പറയാൻ കഴിയില്ല. കാരണം എന്താണ്, യാദൃശ്ചികതയിൽ ഉദ്ദേശമില്ല. പക്ഷെ ഇവിടെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോന്നെടുത്ത് നോക്കിയാൽ അതിൻ്റെയൊക്കെ പിന്നിൽ ഉദ്ദേശങ്ങളുണ്ട്. അതിനർത്ഥം സ്വാഭാവികമായിട്ടും ഇതാരോ പ്ലാൻ ചെയ്ത് ആസൂത്രണം ചെയ്തതാണെന്ന് അതിൽ നിന്ന് മനുഷ്യന് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ സി രാധാകൃഷ്ണൻ ഖുർആൻ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു പരാമർശമുണ്ട്. വിശുദ്ധ ഖുർആൻ എന്നെ പഠിപ്പിച്ചത് ഈ പ്രപഞ്ചം, ഈ അണ്ടകടാഹം എന്ന് പറയുന്നത് ഒരു നാഥനില്ലാ കളരിയല്ല എന്ന കാര്യമാണെന്ന്. അങ്ങനെ ഉണ്ടല്ലോ, ഇതൊരു നാഥനില്ലാ കളരിയല്ല എന്ന കാര്യമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ അവ്യവസ്ഥ ആയിട്ട് കൊണ്ടല്ല, വ്യവസ്ഥാപിതമാണ്. വ്യവസ്ഥാപിതത്വം ഉണ്ടാവണമെങ്കിൽ ബുദ്ധിശൂന്യതയിൽ നിന്ന് അങ്ങനെ സംഭവിക്കില്ല. അങ്ങനെ ഉണ്ട്. മാത്രമല്ല, ഇപ്പൊ നമ്മൾ ശരിക്കും ഇങ്ങനെ ആലോചിച്ചാൽ അറിയാൻ പറ്റും. ഇപ്പൊ മാതാവിന്റെ ഗർഭാശയത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞ്, ആ കുഞ്ഞിന് കാണുന്നതിന് വേണ്ടി കണ്ണുകൾ ഉണ്ടാകുന്നു. എവിടെ വെച്ച്, വെളിച്ചം കിടക്കാത്ത ഇരുട്ടറയിൽ. അങ്ങനെ ഉണ്ടല്ലോ, അവിടെ വെച്ച് കാണാൻ കഴിയും. ഇത് പുറത്തിറങ്ങി കാണാൻ വേണ്ടിയാണ് കണ്ണുണ്ടാവുന്നത്. പക്ഷെ ഇങ്ങനെ കണ്ണുകൾ വേണ്ടി വരും എന്ന് ഗർഭാശയത്തിൽ കിടക്കുന്ന കുഞ്ഞിനറിയില്ല. പുറത്തിറങ്ങിയാൽ ജീവിക്കണമെങ്കിൽ കണ്ണ് വേണം, അറിയില്ലല്ലോ. മാതാപിതാക്കൾ കണ്ണുകൾ ഉണ്ടാക്കാൻ വേണ്ടി, കണ്ണ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യുന്നില്ല. പക്ഷെ നമ്മളിങ്ങോട്ട് ജനിക്കുമ്പോൾ കാണാൻ വേണ്ടി എന്ന ഉദ്ദേശത്തോടു കൂടി കണ്ണുകളുണ്ട്. ഇത് നമ്മൾ തീരുമാനിക്കുന്നില്ല, മാതാപിതാക്കൾ തീരുമാനിച്ചതല്ല. പിന്നെ ആരാ തീരുമാനിച്ചത്? യാദൃശ്യം എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. കാരണം യാദൃശ്ചികതയിൽ ഉദ്ദേശമില്ല. പക്ഷെ ഇത് ഉദ്ദേശപൂർവ്വമാണ്, കാണാൻ വേണ്ടിയാണ്.